കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള വിജയ നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലാണ് ഇപ്പോൾ ഈ ഒരു വലിയ നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. തെലങ്കാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതായത് കോൺഗ്രസിന് അവിടെ വലിയൊരു വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിജയത്തിനിടയിലും കോൺഗ്രസ് ഞെട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് ബി.ജെ.പിയുടെ മുന്നേറ്റമാണ് ഈ കോൺഗ്രസിന്റെ വിജയത്തെ മറികടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയത്. അതായത് ബി.ജെ.പിയും എ.ഐ.എം.ഐ.എമ്മിനും ഗണ്യമായ നേട്ടങ്ങളാണ് റിസൾട്ട് എടുത്തു കാണിക്കുന്നത്. അതേസമയം ഒരു കാലത്ത് പ്രബല നഗരശക്തിയായിരുന്ന ബി.ആർ.എസിന് ഗണ്യമായ ഇടിവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ നഗര രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ ഒരു മാറ്റമായി 2996 വാർഡുകളിൽ 2995 എണ്ണവും ഉൾക്കൊള്ളുന്ന സമീപകാല നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇത് സംസ്ഥാനത്തുടനീളമുള്ള പൗര അധികാരത്തിന്റെ നാടകീയമായ പുനഃക്രമീകരണം വെളിപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ കീഴിൽ നഗര സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഭരണകക്ഷിയായ കോൺഗ്രസ് 1537 വാർഡുകൾ മൊത്തം വാർഡുകളുടെ 51% നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്നു. ബി.ജെ.പിക്കും എ.ഐ.എമ്മിനും ഗണ്യമായ നേട്ടങ്ങളാണ് ഈ റിസൾട്ട് എടുത്തു കാണിക്കുന്നത്. ഒരു കാലത്ത് പ്രബല നഗരശക്തിയായിരുന്ന ബി.ആർ.എസ് 2021 181 വാർഡുകൾ 73% നേടിയപ്പോൾ 781 വാർഡുകൾ 26% നേടി ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തി. വാർഡ് വൈസ് ടാലി നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് 1537 വാർഡുകൾ 51%, ബി.ആർ.എസ് 781 വാർഡുകൾ 26%, ബി.ജെ.പി 336 വാർഡുകൾ 11%, എ.ഐ.എം.ഐ.എം 70 വാർഡുകൾ 2%, സി.പി.ഐ മാർക്സിസ്റ്റ് 13 വാർഡുകൾ 0.4%, മറ്റു പാർട്ടികൾ 73 വാർഡുകൾ 2%, സ്വതന്ത്രർ 183 വാർഡുകൾ 6%. ഇതാണ് ആ ഒരു കണക്കെന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് 6 വാർഡുകൾ നേടി അതിന്റെ നഗര ആധിപത്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇവിടുത്തെ ബി.ജെ.പി അത്ഭുതങ്ങളാണ് ഏറെ ഞെട്ടിച്ചതെന്ന് പറയുന്നത്. അതായത് കരീംനഗർ, നിസാമാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ അപ്രതീക്ഷിത വിജയം നേടി ശ്രദ്ധ പിടിച്ചു പറ്റിയത് ബി.ജെ.പി ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച കാര്യം എന്ന് പറയുന്നത്. ഈ നഗര ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ ആദ്യ വിജയം അടയാളപ്പെടുത്തി. 2 മണ്ഡലങ്ങളിലെയും ബി.ജെ.പി എം.പിമാർ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നു. ഇത് ഈ പൗര നേട്ടങ്ങൾക്ക് തന്ത്രപരമായ പ്രാധാന്യം നൽകുന്നു എന്ന കാര്യം ഉറപ്പാണ്. വിജയത്തോട് പ്രതികരിച്ച തെലങ്കാന ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് എൻ രാമചന്ദ്ര റാവു ഇതിനെ സംസ്ഥാനത്ത് ഒരു കാവിത്തരംഗം എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. മഹാബൂബ് നഗർ, നൽഗൊണ്ട, സൂര്യപേട്ട്, കൊത്തഗുഡൈ എന്നിവിടങ്ങളിൽ ബി.ജെ.പി ശക്തമായ 2ാം ശക്തിയായി ഉയർന്നു വന്നു. ആദിലാബാദ്, കാമറെഡ്ഡി, നിർമ്മൽ, മെറ്റ്പള്ളി, ജത്തിയാൽ തുടങ്ങിയ മുനിസിപ്പാലിറ്റികളിൽ നേതൃത്വം നൽകി. പരമ്പരാഗത കോട്ടകൾക്കപ്പുറം പ്രത്യേകിച്ച് വടക്കൻ തെലങ്കാനയിൽ തങ്ങളുടെ അടിത്തറ വികസിപ്പിക്കാനുള്ള സ്ഥിരമായ നീക്കമാണ് ബി.ജെ.പിയുടെ നേട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പ്രകടനത്തിൽ ആവേശഭരിതനായ ബി.ജെ.പി എം.പിയും കേന്ദ്രമന്ത്രിയുമായ ബണ്ടി സഞ്ജയ് GHMC തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുന്ന ഹൈദരാബാദിൽ കാവി പതാക ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. അതായത് കോൺഗ്രസ് വലിയൊരു വിജയം അവിടെ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ പോലും, അതായത് അവിടുത്തെ നിലവിലത്തെ സർക്കാർ ആയിട്ടുള്ള നിലവിലത്തെ അവിടെ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് നിലവിൽ അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചെങ്കിൽ പോലും അവിടെ ബി.ജെ.പിയുടെ വളർച്ച വളരെ വലിയ തോതിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ബി.ആർ.എസ് തകർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുന്നു, എന്നാൽ അവിടെ ബി.ജെ.പി നേട്ടം കൊയ്തിരിക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ എന്നുള്ളത് ഈ റിസൾട്ടിൽ നിന്നും വ്യക്തമാണ്. ഇത് വരും നാളിൽ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.